ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ അടപ്രഥമനാണ് കേട്ടോ. നമുക്കൊരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു അടപ്രഥമൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവര് വീഡിയോ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ ഇത് കാണിച്ചു തരുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാൻ വെക്കണം. ഇതിപ്പോ 200 ഗ്രാമാണ് കേട്ടോ. ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, പകുതി എടുത്തിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിപ്പോ മുഴുവനായിട്ട് ഞാനിപ്പോ ഇവിടെ കുതിർത്ത് വെക്കുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നില്ല, പകുതി എടുത്തിട്ടാണ് ഞാനിപ്പോ പായസം തയ്യാറാക്കുന്നത്. അപ്പൊ ഇതാ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കേട്ടോ, നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് എങ്കിലും ഇതൊന്ന് കുതിർക്കാൻ വെക്കണം. തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതാ ഞാൻ ഒരു കുക്കറിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കാരമലാക്കി എടുക്കണം കേട്ടോ. ഒന്ന് കുറച്ച് നേരം ഇതേപോലെ നടക്കുന്ന സമയത്ത് ഒന്ന് നല്ലോണം ചോന്ന് വരിക. ഈ ഒരു സമയം ഞാൻ 1/2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും പഞ്ചസാരയും കൂടി മിക്സ് ആയി വരുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതാ 1/2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു നെയ്യും പഞ്ചസാരയും കൂടി ഒന്ന് ഉരുകിയിട്ടൊന്ന് കളർ മാറി വന്നോട്ടെ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ നമ്മളെ പഞ്ചസാര കുറച്ചൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇത്രയും പോരാ, ഇതിനെക്കാട്ടും കുറച്ചും കൂടി ഒന്ന് കളർ മാറി വരണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ പാല് നേരിട്ട് ഒഴിക്കാൻ പാടില്ല കേട്ടോ. പാല് നേരിട്ട് ഒഴിച്ചാല് തെരുത്തു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മേത്തേക്ക് തെറിച്ചു കിട്ടുക പെട്ടെന്ന് തന്നെ. അപ്പോൾ ഞാൻ ഈ ഒരു കയ്യിലിന്റെ മുകളിൽ കൂടിയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക കേട്ടോ. അതാ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും മതിയാവും. ഒരു 1/4 ഗ്ലാസ് മതിയാവും കേട്ടോ. അത്രയും മതിയാവും. ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1.5 പാക്കറ്റ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 പാക്കറ്റ് പാലും അതുപോലെ തന്നെ അത്ര തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഒരു കാരമലായ ഒരു പഞ്ചസാര എല്ലാ ഭാഗത്തും ഇളകിയിട്ട് നല്ലോണം മിക്സ് ആയി വന്നോട്ടെ. ഈ ഒരു പാലിന്റെ കളർ വ്യത്യാസം ഒരു പിങ്ക് കളറാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര കാരമലാക്കിയത്. ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമുക്ക് മധുരം എത്ര വേണോ അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ പഞ്ചസാര, എന്നാലാണ് ഈ ഒരു പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. നമ്മൾ എന്താ കുതിർക്കാൻ വെച്ച അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പകുതിക്കുള്ള പാലാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പൊ ഇതാ പകുതി അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതില് കുറച്ചും കൂടി പഞ്ചസാരന്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് നല്ലോണം തിളച്ച് വരണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ കുക്കറിന് മൂടി കൊടുക്കാൻ പാടുള്ളൂ.
അപ്പൊ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കുക്കറിന്റെ മൂടി ഇട്ടിട്ട് നല്ല തീ കുറച്ചിട്ട് ഒരു 1/4 മണിക്കൂർ അങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മള് ഇളക്കൊന്നും ചെയ്യരുത് കേട്ടോ, അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 1/4 മണിക്കൂർ 10 മിനിറ്റ് എങ്കിലും ഇതേപോലെ വെച്ച് കൊടുക്കുക. നമ്മളെ അടിപൊളി പായസം ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. ഞാനിപ്പോ ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടില്ല, നമ്മൾ വറവിന്റെ അകത്താണ് ഏലക്ക ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഏകദേശം എന്താ ഒരു 10 മിനിറ്റ് ആവാനായിട്ടോ. ഇതേപോലെ പിശുനൊന്നും അടിക്കാണ്ട് ഇങ്ങനെ വെക്കും. ഇത് കണ്ടില്ലേ, ഒരു 10 മിനിറ്റിന് ശേഷം ഇതേപോലാണ് വന്നത് കേട്ടോ. ഇതിന്റെ മേളിലേക്ക് ഒന്ന് തിളച്ച് ചിന്താൻ പോയെടുത്തത് ഞാൻ എന്താ ഓഫാക്കി കളഞ്ഞു കേട്ടോ. അപ്പൊ അതാ ഇതിന്റെ മേളിലായിട്ട് എന്താ പാൽപ്പയുടെ മാതിരി വന്നിട്ടുണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് അങ്ങനെ തന്നെ വെക്കുക. അപ്പൊ അതൊന്ന് ആവി പോകുന്ന നേരം കൊണ്ട് നമുക്ക് ഇവിടെ വറവിലേക്കുള്ള ആക്കി വെക്കാം. അപ്പൊ ഇതാ കുറച്ച് നല്ല നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് മാത്രമാണ് ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ കേട്ടോ. അതാ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചോപ്പിച്ചെടുക്കാം. നമ്മൾ അതിൽ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, മറന്നു പോയതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ അതിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതാ ഞാനിത് ഇതിന്റെ ഒപ്പം ചേർത്ത് കൊടുത്തിട്ട് ഏലക്ക ഇതിന്റെ ഒപ്പം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചൊന്ന് മൂത്ത് വന്നോട്ടെ. അപ്പൊ നമ്മളെ പായസം ഇവിടെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിന്റെ സൈഡിലൊക്കെ തിളച്ച് വന്നതൊക്കെ അത് നമ്മൾ വടിച്ചിട്ട് അതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റുള്ള അടിപൊളി പായസമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. നമ്മളിങ്ങനെ അടുപ്പിനകത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഇളക്കി ഇങ്ങനെ കുത്തിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവരുണ്ട്, ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടാവും. ഇനി നമുക്ക് വറവാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ പായസം ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. അപ്പൊ ഇതാ അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.